എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് പൈല് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങൾക്കായിട്ട്, നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സണായിട്ട് രണ്ടും നോക്കാം. ഓക്കെ, ആരാണ് കൂടുതൽ തീവ്രമായി പ്രണയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്ന്. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സ്ഥിതി, കറണ്ട് എനർജി അങ്ങനെയെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങൾക്കായിട്ട്, ഇത് നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സണായിട്ട്. ഓക്കെ, ആദ്യം അവരുടെ നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. വ്യൂവേഴ്സിന് വളരെയധികം ഇഷ്ടമുള്ളൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ കറണ്ട് എനർജിയിൽ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ അവർക്കായിട്ട് എന്താണെന്ന് കാണിച്ചു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ എന്താണ് അവർക്കായിട്ട് കാണിച്ചു തരും. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ അവർക്കായിട്ട് എന്താണ് കാണിച്ചു തരും. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ എന്താണ് അവർക്കായിട്ട് കാണിച്ചു തരും. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. ഓക്കെ, എടുക്കണേ. ലവേഴ്സ് ആദ്യത്തെ കാർഡ്. അടുത്തത് എന്താണ്? 2 of Cups. വാവ്. 2 of Swords, King of Wands, 5 of Cups, Judgment, Ace of Cups, wow, High Priestess, Page of Wands, very nice, 3 of Cups, 9 of Wands, 2 of Wands, 8 of Cups. ചിലരെങ്കിലും ലോങ് ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നുണ്ട് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിലൊരു തടസ്സം, അതായത് എപ്പോഴും കണ്ട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ഒരു ഇതിലൊരു വല്ലാത്ത മിസ്സിങ് എനർജിയിലിരിക്കുന്നതായിട്ട് കാണുന്നു. ആദ്യത്തെ കാർഡ് എന്തായിരുന്നു? ലവേഴ്സ്. അവരുടെ എനർജി എന്താണ്? സ്നേഹം അല്ലേ? ദേ ലവ് യു എന്നാണ് അവർ പറയുന്നത്. അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്, നിങ്ങളോട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അവർക്ക് ഫീൽ ചെയ്യാറ് എന്നുള്ള രീതിയിൽ പരസ്പര സ്നേഹമാണ് എന്നും അവർ മനസ്സിലാക്കുന്നു കേട്ടോ. 2 of Cups വെച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നു. അടുത്ത് വന്ന് നിങ്ങളെ കാണണം. ദൂരെ ആണെങ്കിൽ ട്രാവൽ ചെയ്ത് വന്ന് നിങ്ങളെ കാണണം എന്ന് തന്നെ അവർ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഈ ഡിസ്റ്റൻസ് അവരിൽ ഒരു എന്താ പറയുക, വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട് അവർക്ക്. നിങ്ങളെ പ്രതി അവർക്ക് സ്നേഹമാണ്, അട്രാക്ഷനാണ്, ബഹുമാനമാണ്, എല്ലാമാണ്, വല്ലാത്ത റെസ്പെക്റ്റാണ്. നിങ്ങളെ ആസ് എ പേഴ്സൺ അവർ വല്ലാതെ മാനിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. അവർ കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ, അവർക്ക് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാൻ, നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനും അവർ താല്പര്യപ്പെടുന്നു എന്നും കാണുന്നു കേട്ടോ. 5 of Cups വെച്ച് ഞാൻ പറഞ്ഞില്ലേ, ചിലരെങ്കിലും ലോങ് ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നുണ്ട്. വല്ലാത്തൊരു മിസ്സിങ് എനർജി, അല്ലെങ്കിലും നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ടെങ്കിലും, എന്ന് കാണാറുണ്ടെങ്കിലും നിങ്ങളെ കാണാതിരിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യാറുണ്ട്. ഓക്കെ, ജഡ്ജ്മെൻറ്റ് വെച്ച് അവരുടെ പ്രാർത്ഥനകളിലും നിങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയും കൂടി അവർ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളുടെ ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ട്, മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടെല്ലാം അവർ പ്രാർത്ഥിക്കാറുണ്ട്. ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് കാണുന്നു. ഓക്കെ, Ace of Cups വെച്ച് ലവേഴ്സിന് ഒരുപടി മേലെ മനസ്സ് വിങ്ങുന്ന രീതിയിലുള്ള ഒരു സ്നേഹമാണ് അവർക്ക് നിങ്ങളുടെ അടുത്ത്. അവർക്ക് വല്ലാതെ വല്ലാത്തൊരു ഫീലിംഗ് ആണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഏത് സമയവും നിങ്ങളെക്കുറിച്ച് തന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കും പോലെ, അത്രയും ഓവർവെൽമിങ് ആയിട്ടൊരു സ്നേഹമാണ് അവർ നിങ്ങൾക്കായിട്ട് അവരുടെ കറണ്ട് എനർജിയിൽ ഫീൽ ചെയ്യുന്നത്. ഹൈ പ്രീസ്റ്റസ് വെച്ച് രണ്ടിൽ ഒരാൾ ഏറ്റവും കൂടുതലായിട്ട് ടാരോ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഒരുപാട് ടാരോ റീഡിങ്സ് കാണുന്നുണ്ടായിരിക്കും. നിങ്ങളാണത് കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് ഫോർവേഡ് ചെയ്ത് കൊടുക്കാറുണ്ടായിരിക്കും ചിലപ്പോൾ. ഓക്കെ, നിങ്ങൾ നല്ല റിലേഷനിലാണ്, കണക്റ്റഡ് ആണ് ഇപ്പോഴും എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായും ഞാൻ ഇന്ന് റീഡിങ് കണ്ടിരുന്നത് കണ്ടു നോക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ അയച്ചു കൊടുക്കാറുണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സണ്.
അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ ഒരു ടാരോ റീഡർ തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ടാരോവുമായിട്ട് വളരെ അടുത്ത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, പേജ് ഓഫ് വോൺസ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഇൻറ്റ്യൂഷൻ ഉള്ളതുമാവാം കേട്ടോ. അതായത് പരസ്പരം ദൂരെ ലോങ് ഡിസ്റ്റൻസിലാണ്, പരസ്പരം എന്നും സംസാരിക്കാൻ പറ്റാറില്ല എന്നുണ്ടെങ്കിൽ പോലും ടെലിപ്പതിക്കലി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാറുണ്ട് എന്നവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. പേജ് ഓഫ് വോൺസ് വെച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി എല്ലാം തന്നെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു. നിങ്ങളുമായിട്ട് എന്നും കണക്റ്റഡ് ആയിരിക്കണം, കമ്മ്യൂണിക്കേഷനിലിരിക്കണം, എന്നും കണ്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഒരു ചാറ്റ് വഴിയെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ കരുതുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലാണ്, വിളിക്കാതിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളെ വിളിക്കണം, ബാക്ക് ടു കമ്മ്യൂണിക്കേഷൻ വരണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ പതിവായിട്ട് തമ്മിൽ കാണുന്ന സമയത്തുണ്ടല്ലോ, ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം, ട്രാവൽ ചെയ്ത് വന്നിട്ടായിരിക്കാം പരസ്പരം കാണുന്നുണ്ടാവുക. പക്ഷേ അവിടെ ഒരു ഫ്രീ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് സാധിക്കാറില്ല പലപ്പോഴും എന്ന് കാണുന്നു. കാരണം നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ മറ്റുള്ളവർ കൂടെ ഉണ്ടാവാറുണ്ട്, വേറെ ആൾക്കാർ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കണ്ടത് സംസാരിക്കുമ്പോൾ തന്നെ വളരെ കാഷ്വലായിട്ട് ഒരു അകൽച്ച മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സംസാരിക്കാനേ നിങ്ങൾക്ക് കഴിയാറുള്ളൂ എന്നും കാണുന്നു കേട്ടോ. ഒരു ഫ്രണ്ട്ലി ബേസിസിൽ അങ്ങനെ സംസാരിച്ച് പിരിയാറാണ് സാധാരണ നിങ്ങൾ ചെയ്യാറ്. ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത്, അതായത് ആ അതിതീവ്ര പ്രണയം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് പലപ്പോഴും സാധിക്കാറില്ല. ഓക്കെ, അതിൻ്റെ ഒരു വിങ്ങലും മനസ്സിലുണ്ടെന്ന് തന്നെ കൂട്ടിക്കോളൂ. പക്ഷെ ദൂരെ പോയി കഴിയുമ്പോൾ ഇവരെ പറ്റി തന്നെ തുടരെ ചിന്തിക്കുക, നിങ്ങളെപ്പറ്റി അവർ തുടരെ ചിന്തിക്കുക, അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. എപ്പോഴും കാണുമ്പോൾ മറ്റുള്ളവരുടെ ഒരു സാന്നിധ്യം നിങ്ങളുടെ ഇടയിൽ വന്നു പെടുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രീ കമ്മ്യൂണിക്കേഷൻ സാധിക്കാത്തൊരവസ്ഥ എന്നും കാണുന്നുണ്ട് കേട്ടോ. കൂടുതൽ കാർഡ്സ് തരുവാൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കടലിൽ എനർജി അവർക്കായിട്ട് എന്താണ്? കൂടുതൽ കാർഡ്സ് തരൂ. പേജ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് സ്വാർഡ്സ്, ഫൂൾ, Seven of Pentacles, Queen of Cups, Ten of Cups. ഇവിടെ വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഇവർ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വഴി ഇവർ കണ്ടെത്താറുണ്ട് കേട്ടോ. എന്തെങ്കിലും രീതിയിൽ ചാറ്റ് ചെയ്യുകയോ ഒരു മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യാറുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദൂരെ ദിക്കിലാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്താൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ നിങ്ങളുടെ പേഴ്സൺ, ലോങ് ഡിസ്റ്റൻസിലുള്ളവരുടെ പേഴ്സൺ നിങ്ങളെ വന്ന് കാണാനുള്ള സാഹചര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനും സാധ്യതയുണ്ട് കേട്ടോ. അവർ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും. ഫുൾ വെച്ച് വരുന്ന സമയത്ത് നിങ്ങളുമായിട്ട് കുറച്ച് സംസാരിക്കണം, തമാശകൾ പറയണം, ടൈം സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ മാത്രമായിട്ടൊരു സമയം, മറ്റുള്ളവർ കൂടെ ഇല്ലാതെ നിങ്ങൾ മാത്രമായിട്ടൊരു സമയം അവിടെ വേണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇവർ ചിലപ്പോൾ നിങ്ങളിരിക്കുന്ന ദിക്കിലേക്ക് ജോലി സംബന്ധമായിട്ടായിരിക്കും വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുന്ന ഏതവേ ആരെങ്കിലും ഒരാൾ വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അത് വർക്ക് റിലേറ്റഡ് കാര്യത്തിനാണ് അവർ വരുന്നത്. പക്ഷേ വരുന്ന സമയത്ത് നിങ്ങളെയും കൂടി കാണാൻ അവർ സമയം കണ്ടെത്തും. അവർ നിങ്ങളോട് ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടം വരിക, സന്തോഷം വരിക, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, വല്ലാതെ മിസ് ചെയ്യുക, അങ്ങനെ ഓവർലി ഇമോഷണലായിട്ട് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നും കാണുന്നു കേട്ടോ. 10 ഓഫ് കപ്സിൻ്റെ എനർജി എന്തുകൊണ്ടാണ് ഡിവൈൻ അവിടെ പറയുന്നത്? 10 ഓഫ് കപ്സിൻ്റെ എനർജി എന്താണ് അവിടെ? Why is 10 of cups there? സ്റ്റാർ, നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നമാണ്. അത് അവരുടെ ഏറ്റവും വലിയൊരു വിഷാണ്, വിഷ് ഫുൾഫിൽമെൻ്റാണ്. വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക, നിങ്ങളെ അവരുടെ ഫാമിലി തന്നെ ആക്കി മാറ്റുക. ഓക്കെ, അതാണ് അവരുടെ ഏറ്റവും വലിയ വിഷ് ഫുൾഫിൽമെൻറ്റ് എന്നും കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളിന്ന് അവരുടെ കൂടെ വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം ലൈഫിൽ വേണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ച് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം എന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ,
ഒരേ ഒരു കാർഡ്, ലാസ്റ്റ് കാർഡ് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കറണ്ട് എനർജി അവർക്കായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അവരുടെ ലൈഫിൽ ഇൻക്ലൂഡ് ആവുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അങ്ങനെ തന്നെയാണ് അവരുടെ കറണ്ട് എനർജിയിൽ അവർ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങൾക്കായിട്ട്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിക്കായിട്ടുള്ള അവരുടെ കറണ്ട് എനർജി എന്നാണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി, അവരുടെ പേഴ്സണോടുള്ള കറണ്ട് എനർജി, എൻ്റെ വ്യൂവേഴ്സിൻ്റെ അവരുടെ പേഴ്സണോടുള്ള കറണ്ട് എനർജി എന്താണെന്ന് കാണിച്ചത്. അവർ സ്നേഹിക്കുന്ന വ്യക്തിയോടുള്ള അവരുടെ കറണ്ട് എനർജി എന്താണ്? അവർ സ്നേഹിക്കുന്ന വ്യക്തിയോടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്? എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിയോടുള്ള അവരുടെ കറണ്ട് എനർജി എന്താണ്? വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിയോടുള്ള അവരുടെ കറണ്ട് എനർജി. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. 9 of Pentacles, the Fool, Temperance, Chariot. സോറി, എനിക്ക് അവിടെ നിന്ന് കട്ടാക്കേണ്ടി വന്നു, ഒരു സൗണ്ട് പുറത്ത് വന്നതുകൊണ്ട്. ചാരിയറ്റ് കാർഡാണ് ഇതിന് മുന്നേ എടുത്തത് കേട്ടോ. 3 of Cups, 6 of Cups, Ace of Wands, Ace of Cups, Empress, 2 of Wands, the World, okay, Strength, 4 of Pentacles. നിങ്ങളുടെ പേഴ്സണെ പറ്റി വല്ലാത്ത പൊസസീവാണ്, പ്രൊട്ടക്റ്റീവാണ്. അവരാരെങ്കിലും നിങ്ങളുടെ മുന്നിൽ വെച്ച് കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ അതിഭയങ്കരമായിട്ട് പ്രതികരിച്ച് കളയും. നിങ്ങളുടെ പേഴ്സണെ പ്രതി വല്ലാതെ ഇമ്പ്രസ്ഡ് ആണെന്ന് കാണുന്നു. അവരുടെ പേഴ്സണാലിറ്റി കൊണ്ട്, ലൈക്ക് അവർ ഡ്രസ്സ് ചെയ്യുന്ന രീതി ആവട്ടെ, പെരുമാറുന്ന രീതി ആവട്ടെ, സ്വയം പ്രസൻറ്റ് ചെയ്യുന്ന രീതി, സംസാരിക്കുന്ന രീതി, അവരുടെ ജോബിലുള്ള അച്ചീവ്മെൻറ്റ്സ്, അതെല്ലാം നിങ്ങളെ വല്ലാതെ ആകർഷിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു സ്പെഷ്യൽ ആളാണ് എന്നാണ്, അവരെ പോലെ വേറെ ആരും ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുന്നു കേട്ടോ. അത് ഫുള്ള് വെച്ച് നിങ്ങൾ ഏറ്റവും കുട്ടിത്തരമായിട്ട് പെരുമാറുന്നത് അവരുടെ ഫ്രണ്ടിലാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രീഡമാണ് അവരുടെ അടുത്ത്. ഓക്കെ, നിങ്ങൾ അവരുടെ മുന്നിൽ എന്ത് തമാശയും പറയും, എന്തും ഓപ്പണായിട്ട് പറയും. നിങ്ങൾക്ക് അവരോട് മറച്ചു വയ്ക്കാനൊന്നുമില്ല. നിങ്ങൾ ഏറ്റവും മനസ്സ് തുറന്ന് ഏറ്റവും ഹാപ്പി ആയിട്ട് തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ ജോളി ആയിട്ടിരിക്കുന്നത് അവരുടെ അടുത്താണ്. ഹാപ്പിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അവരുടെ അടുത്താണ് എന്ന് കാണുന്നു. ഓക്കെ, ടെമ്പറൻസ് വെച്ച് നിങ്ങൾക്ക് വല്ലാത്തൊരു മനസ്സമാധാനം ഫീൽ ചെയ്യാറുണ്ട് ഇവരെ കാണുമ്പോൾ. നിങ്ങൾക്ക് എന്ത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ ഉടനെ ഫോൺ എടുത്ത് വിളിക്കുന്നത് ഇവരെ ആയിരിക്കും, അല്ലെങ്കിൽ ഓടി ചെല്ലുന്നത് ഇവരുടെ അടുത്തേക്കായിരിക്കും. ഒരു പ്രശ്നമുണ്ട്, ഇതൊന്ന് കേൾക്കൂ, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തായിരിക്കും കേട്ടോ. ചാരിറ്റ് വെച്ച് അവരുടെ തീരുമാനങ്ങളെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ കൂടുതലായും യൂണിഫോംഡ് ജോബ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാമെന്നും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളും ആയിരിക്കാമേ, രണ്ടുപേരുടെ ഏതർ എനർജി എനിക്ക് കൂടുതലായും നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണുന്നത്. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെയെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. അവരുടെ തീരുമാനങ്ങൾ നിങ്ങൾ മാനിക്കാറുമുണ്ട്, ഡിപ്പെൻഡും ചെയ്യുന്നുണ്ട് അവരെ കേട്ടോ. ദൂരദിക്കിലാണെങ്കിൽ അവർ നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നും കാണുന്നുണ്ട്. 3 of Cups വെച്ച് നിങ്ങൾ ഏറ്റവും അടുത്തൊരു സുഹൃത്തും കൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അടുത്ത സൗഹൃദമാണ് നിങ്ങൾ തമ്മിൽ കീപ്പ് ചെയ്യുന്നത് കേട്ടോ. ചിലർക്കെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ ബോധേഡുമാണ് കേട്ടോ. 6 of Cups വെച്ച് നിങ്ങളുടെ റിലേഷൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറച്ച് കാലമായിട്ട് പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഒരുപാട് മെമ്മറീസ് നിങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തുടർച്ചയായിട്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ ഓർക്കും. നിങ്ങളുടെ ഇടയിലുള്ള ആ മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ സംസാരിച്ചത്, അങ്ങനെയെല്ലാം നിങ്ങൾ പങ്കുവെച്ച കാര്യങ്ങൾ, അതെല്ലാം നിങ്ങൾ തുടർച്ചയായിട്ട് ചിന്തിക്കാറുണ്ട് എന്നും കാണുന്നു. Ace of Wands വെച്ച് നിങ്ങളുടെ പേഴ്സണുമായി എന്നും കണക്റ്റഡ് ആയിരിക്കണം. റൊമാൻറ്റിക്കലി, ഇമോഷണലി, ഫിസിക്കലി എന്നും നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെ നിങ്ങൾ കരുതുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അവരെ അപാരമായ സ്നേഹമാണ്. ഓക്കെ, ഓവർവെൽമിങ് രീതിയിലുള്ള സ്നേഹമാണ്. നിങ്ങളുടെ പേഴ്സണും അങ്ങനെ തന്നെ ആയിരുന്നു അല്ലേ കണ്ടത്. അപ്പോൾ നിങ്ങൾക്കും അതേ രീതിയിലുള്ള ഒരു ഓവർവെൽമിങ് സ്നേഹമാണ് നിങ്ങളുടെ
പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങളവരെ പ്രതി പൊസസീവാണ്, പ്രൊട്ടക്റ്റീവാണ് എന്നും കാണുന്നു. എംപ്രസ് വെച്ചിട്ട് ഒരമ്മ കുഞ്ഞിനെ നോക്കുന്ന അത്രയും കെയറോടെയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യങ്ങൾ നോക്കി ചെയ്യാറുള്ളത്. ഓക്കെ, എപ്പോഴും അവരെപ്പറ്റി കൺസേൺഡ് ആണ്. അവർക്കൊരു പനി വന്നാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ടെൻഷനാണ്, നിങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. നിങ്ങളാണ് അവരെക്കാൾ കൂടുതലായിട്ട് അവരുടെ കാര്യങ്ങളെ പറ്റി ആലോചിച്ച് എഫക്റ്റഡ് ആവുന്നത് എന്നുള്ളൊരു സിറ്റുവേഷൻ കേട്ടോ. ചിലർക്കെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് വളരെ പ്രബലമായിട്ട് കാണുന്നു കേട്ടോ. ചിലരുടെയെങ്കിലും പേഴ്സൺ എബ്രോഡൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളെ കാണാൻ വരണമെങ്കിൽ പ്ലാൻ ചെയ്ത് വേണം അവർക്ക് വരാൻ. അവിടെയും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലർക്കെങ്കിലും കാണുന്നുണ്ട്. ഓക്കെ, എന്ത് തന്നെ ആയാലും അവരുടെ കൂടെ ആരുണ്ടെങ്കിലും, തേർഡ് പാർട്ടി ഫോർത്ത് പാർട്ടി ആരുണ്ടെങ്കിലും, നിങ്ങൾ ക്ഷമയോടെ ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, എത്ര കാലമായാലും ശരി നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. കാരണം നിങ്ങൾക്ക് അവരില്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ്. അതാണ് നിങ്ങളുടെ എനർജിയിൽ കാണുന്നത്. കുറച്ചുകൂടി കാർഡ്സ് നമുക്ക് എടുക്കാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി അവരുടെ പേഴ്സണായിട്ട് എന്താണ് കാണുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജിയിൽ എന്താണ് അവർ കാണുന്നത്? 9 ഓഫ് കപ്സ്. നിങ്ങളും ചിന്തിക്കുന്നത് അവർ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെയാണ്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കാണാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് എന്നും കാണുന്നു. ഒരുപാട് സ്നേഹം തന്നെയാണ്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ലോങ് ഡിസ്റ്റൻസും തടസ്സങ്ങളും ഉള്ളതുകൊണ്ട് ഒരു ആക്ഷനും എടുക്കാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ നിങ്ങൾക്കത് അങ്ങനെ തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല. എത്രയും വേഗം അതിനൊരു പരിഹാരം വേണം. തമ്മിൽ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ലവേഴ്സ് പരസ്പരം ഒരുപാട് സ്നേഹവും അട്രാക്ഷനും തന്നെയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നും കാണുന്നു കേട്ടോ. ശബ്ദങ്ങൾ ക്ഷമിക്കുക കേട്ടോ. തൊട്ടടുത്ത വീട്ടിലൊരു മരണം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ആൾക്കാർ വന്നും പോയിരിക്കുന്നതിൻ്റെ ശബ്ദമാണ് കേട്ടോ. ക്ഷമിക്കുക. നിങ്ങളുടേതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെ നിങ്ങളും വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ്. നിങ്ങൾ ഒരുപാട് ഇമോഷണലായിട്ട് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി ഫീൽ ചെയ്യാറുണ്ട് എന്നും കാണുന്നു. ഓക്കെ, നിങ്ങൾ അവരെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം, സങ്കടം, അങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ തോന്നും. ഓക്കെ, എന്നും എപ്പോഴും അവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അവരോട് സംസാരിക്കാതിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഓക്കെ, ഒരേ ഒരു കാർഡ് കൂടി എടുത്തിട്ട് മതി. ലാസ്റ്റ് കാർഡ് തരൂ. ലാസ്റ്റ് കാർഡിനെ എപ്പോഴും ഒന്നുകൂടെ ഷഫിൾ ചെയ്തിട്ട് എടുക്കും. പേജ് ഓഫ് സോർട്സ്. നിങ്ങൾക്കും അവരുമായിട്ടെന്നും കണക്റ്റഡ് ആയിരിക്കണം, കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കണം എന്നൊക്കെ തന്നെയാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത്. എന്നും ആ കണക്ഷൻ വിട്ടുപോകാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അറിഞ്ഞല്ലോ നിങ്ങളുടെ എനർജി അവരുടെ എനർജിയും എന്താണെന്നുള്ളത്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും കൂടെ ഒന്ന് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോണ്ടാക്ട് ചെയ്തോളൂ, തീർച്ചയായും ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.